ഇന്നലെ കേരളം അശാന്തമായിരുന്നു. നിങ്ങൾക്കറിയാം, സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ ഉണ്ടായ സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ റിമാൻഡ് ചെയ്തതിനെ തുടർന്നാണ് ഈ സ്ഥിതിവിശേഷം. മാത്രവുമല്ല, ഇന്നലെ പകൽ മുഴുവൻ ഒരുപാട് നാടകങ്ങൾ അരങ്ങേറി. ഇത്തരം നാടകങ്ങളൊക്കെ കേരളത്തിന് ആവശ്യമാണോ എന്നത് മറ്റൊരു ചോദ്യം. സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തും. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് 12 മണിക്ക് മാർച്ചുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഷബീദ് റാവുത്തർ വിശദാംശങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ഷബീദ്. ശരിക്കും എനിക്ക് ഇപ്പോഴും ആലോചിച്ചിട്ട് മനസ്സിലാകാത്ത ഒരു കാര്യം, കേരളത്തിലെ എത്രയോ മഹാരഥന്മാരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കത്തയച്ച് വിളിക്കാറുണ്ട്. ആദ്യ കത്തിന് വരാൻ പറ്റുമെന്നറിയിച്ചാൽ രണ്ടാമത്തെ വീണ്ടും കത്ത് കൊടുക്കും, മൂന്നാമത്തെ കത്ത് കൊടുക്കും, നാലാമത്തെ കത്തിന് മറ്റ് നടപടികളിലേക്ക് നമ്മൾ നീങ്ങും എന്ന് ഇ ഡി ആവശ്യപ്പെടുമ്പോൾ നല്ല കുട്ടികളായിട്ട് മര്യാദരാമന്മാരായിട്ട് ആളുകൾ അവിടെ കൊച്ചി ഇ ഡി ഓഫീസിൽ എത്തുന്ന കാഴ്ച എത്രയോ മാസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ പോലെ ഒരാളിനെ ഒരു കത്തയച്ച് വിളിപ്പിക്കാൻ പറ്റാത്ത പോലീസിൻ്റെ ധാർഷ്ട്യം എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. വെരി ഗുഡ് മോർണിംഗ് എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിൽ ഗൂഢസംഘമെന്ന പ്രതിപക്ഷ ആരോപണം ശരിവെക്കുന്ന നാടകങ്ങളാണ് ഇന്നലെ അടൂരും അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് അരങ്ങേറിയതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, പ്രതിപക്ഷ പാർട്ടിയിലെ അവരുടെ ഒരു യുവജന സംഘടനയുടെ പ്രധാനപ്പെട്ട ഒരു യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനെ കൈകാര്യം ചെയ്ത വിധമാണ് ഇന്നലെ സംസ്ഥാനം കണ്ടത്. മാത്രമല്ല, അതിൽ പ്രോസിക്യൂഷൻ അടക്കം ഉന്നയിച്ച വാദങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ആരോഗ്യ പ്രശ്നമടക്കമുള്ള കാര്യങ്ങളിൽ 3 തവണയാണ് ജാമ്യത്തിൽ വാദം കേട്ടത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂജപ്പുര ജയിലിലേക്ക് എത്തിച്ചപ്പോൾ അദ്ദേഹം അവിടെ തുടരുകയാണ്. ഉന്നത കോടതികളെ സമീപിക്കുന്ന കാര്യമടക്കം കൂടിയാലോചനകൾക്ക് ശേഷം തീരുമാനിക്കാം എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ നിലപാട്. അതേസമയം സർക്കാരിനെതിരെ ആഭ്യന്തര വകുപ്പിലെ ചില ആളുകൾക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ പ്രതിഷേധം കടുപ്പിക്കുന്ന നിലപാട് അത് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്നുണ്ടാകും. മാത്രമല്ല, ഇന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇന്നലെ നമ്മൾ കണ്ടു. കാസർഗോഡും ആലപ്പുഴയിലും തിരുവനന്തപുരത്തും അടക്കം നമ്മൾ ആ പ്രതിഷേധ ചൂട് കണ്ടതാണ്. ഇന്ന് ആ പ്രതിഷേധ ചൂട് കുറച്ചുകൂടി വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം സെക്രട്ടേറിയറ്റിലേക്ക് ഇന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ മാർച്ച് ഉണ്ടാകും. സ്വാഭാവികമായും അവരുടെ രോഷമടക്കമുള്ള അവരുടെ സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തതിൽ അകാരണമായി അദ്ദേഹത്തെ കൈകാര്യം ചെയ്ത വിധത്തിലടക്കം രോഷമുണ്ട്. ആ രോഷമടക്കം അവർ പ്രതിഷേധത്തിൽ പ്രകടിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേസമയം UDF ഏകോപന സമിതി യോഗം കൂടി ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധം വ്യാപിപ്പിക്കുന്ന കാര്യമടക്കം മുന്നണി യോഗം ചർച്ച ചെയ്യും. ആഭ്യന്തര വകുപ്പിനെതിരെ നിലപാട് കടുപ്പിക്കണം എന്നുള്ളതാണ് UDFിലെ ഇപ്പോഴത്തെ നിലപാട്. അത് വലിയ ചർച്ചയാവുകയും ഏത് തരത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാവുകയും ചെയ്യും. ഏതായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് ഇന്ന് കേരളം സാക്ഷ്യം വഹിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഷബീദ് റാവുത്തർ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.